Hey guys, welcome back to my YouTube channel. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ടൈറ്റിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാതെ എൻ്റെ ഓണം വ്ളോഗാണ്. അപ്പോൾ ഇത് വന്നിട്ട് ഓണത്തിൻ്റെ തലേ ദിവസമാണ്. അപ്പം ഞാൻ ഓണത്തിൻ്റെ തലേ ദിവസം എന്തൊക്കെയാണ് ചെയ്യണം എന്ന് വീഡിയോ ഒക്കെ എടുത്ത് പ്ലാനൊക്കെ ചെയ്തതാണ്. പക്ഷേ എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഓണം പ്രോഗ്രാം വന്നിട്ട് ഈ മന്ത് സെപ്റ്റംബർ 12th ആയിരുന്നു. അപ്പം അതിന് പോയിട്ട് വന്നതിന് ശേഷം ഫുള്ളും ചുമ ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് മര്യാദയ്ക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഇപ്പോഴും എൻ്റെ സൗണ്ട് നോക്കിയായിട്ടില്ല. തൊണ്ടയടപ്പും ജലദോഷവും എല്ലാം ഉണ്ട്. പക്ഷെ നമുക്ക് ഓണം ആഘോഷിക്കണം. അപ്പം അതിൻ്റെ ഇതിലാണ്. അപ്പം പൂവൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം അമ്മ ഇതിനെ ഇപ്പം എന്തോ പറയണ ഇതിർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇന്ന് നൈറ്റ് തന്നെ അത്തിട്ട് തീർക്കും. അതിനുശേഷം മോർണിംഗ് ഓണം സെലിബ്രേറ്റ് ചെയ്യും. അപ്പം നാളത്തെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നാളെ വന്നിട്ട് എൻ്റെ കസിൻ ചേച്ചിയുടെ വീട്ടിലാണ് ഞങ്ങൾ ആഘോഷിക്കാൻ പോകുന്നത്, കോവിലെ ചേച്ചി. അപ്പം ആ ചേച്ചിയും വ്ളോഗ് എടുക്കുന്നുണ്ട്, ഞാനും വ്ളോഗ് എടുക്കുന്നുണ്ട്. അപ്പം എനിക്ക് മാക്സിമം പറ്റാവുന്ന അത്ര ഞാൻ വ്ളോഗ് എടുക്കും. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇൻ കേസ് നാളെ രാവിലെ എണീറ്റ് ഓക്കെ അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. അപ്പം എനിക്ക് പറ്റുന്ന അത്ര ഞാൻ വീഡിയോ എടുക്കും. അപ്പോൾ നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് പോവാം. Leave me, baby, don't wanna fall again. This just hurt me. Just think about it, but you hold me like you don't wanna break. I need some space. Just think about it. Maybe separate is better. I will love you too forever. അങ്ങനെ ഗൈസ് അത്തമൊക്കെ അങ്ങനെ ഇട്ട് തീർന്നിട്ടുണ്ട്. ഇരുട്ടും കണ്ടൂടാ ഇങ്ങോട്ടാ. അങ്ങനെ ഞങ്ങൾ അത്തപ്പൂക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ അമ്മ? അപ്പം നാളെയാണ് ഓണം. ചെറിയൊരു അത്തമാണ്, നന്നായിട്ടുണ്ടോ എന്ന് അറിയില്ല. അത്തം ഉള്ള പൂ വെച്ചൊക്കെ നമ്മളിട്ട് തീർത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ കണ്ടത് തന്നെ അതാണ് അത്തം. ഇപ്പം നൈറ്റ് ആയതുകൊണ്ട് അത്ര കാണാൻ ഭംഗിയില്ല, രാവിലെ ആകുമ്പോൾ ഉള്ള ഭംഗിയൊക്കെയാണ്. പിന്നെ അപ്പം ഞങ്ങൾ ഇട്ടത് മുടുക്കിലാണ് ഇട്ടിട്ടുള്ളത്. മുടുക്കിലാണ് അത്തമൊക്കെ ഇട്ടിട്ടുള്ളത്. അപ്പം മഴ പെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം പ്രാർത്ഥിക്കണം. അകത്തിടാന്നാണ് വിചാരിച്ചത്, പക്ഷെ അകത്തിട്ട് ആരും കാണില്ല. അതുകൊണ്ടാണ് മുടുക്കിലിട്ടത്. പക്ഷെ മഴ പെയ്താൽ ഞങ്ങളുടെ അത്തപ്പൂവൊക്കെ പോവും. അതുകൊണ്ട് മഴ പെയ്യാതിരിക്കട്ടെ. യെസ്, നോക്കാം. അപ്പം ഇതാണ്ട് അത്തപ്പൂവൊക്കെ ഇട്ട് തട്ടം കൊണ്ടുവരും. ഇപ്പോൾ സമയം ഇപ്പോൾ എത്രയായി? മണി ഇപ്പോൾ 11:44. 12 അടുത്ത ദിവസം അതിന് മുന്നേ തൂക്കട്ടെ. അടുത്ത ദിവസമായ മഹാബലി വരും എന്നാണ് പറയുന്നത്. മഹാബലി വരുന്ന തൂക്കുക എന്നാണ് ഐതിഹ്യം. അപ്പം അത്തപ്പൂയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. സോ നാളെ രാവിലെ എടുക്കാനുള്ള ഡ്രസ്സൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റാക്കി വെക്കണം. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നമുക്ക് നാളെ മോർണിംഗ് കാണാം. ടാറ്റാ. ഒരു കാര്യം പറയാൻ വന്നു, അഡ്വാൻസ് ഹാപ്പി ഓണം. അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ ഓണമായിട്ട് ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പം എൻ്റെ കസിൻ ചേച്ചി ഇവിടെ വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ആണെന്ന് അമ്പലത്തിൽ പോകുന്നുണ്ട്. അപ്പം അമ്മയൊക്കെ രാവിലെ എണീറ്റ് പോയതുകൊണ്ട് തന്നെ അമ്മ വരുന്നില്ല. അപ്പോൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇവിടെ ഇപ്പം എണീറ്റ് കുളിച്ച് റെഡി ആയതേ ഉള്ളൂ. ജസ്റ്റ് സോ ഗൈസ്, അങ്ങനെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന് ഞാൻ ഫുഡ് കഴിച്ച് ഇരിക്കുകയാണ്. എനിക്ക് ഫുഡ് കഴിക്കുന്ന വന്നിട്ട് വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല. എന്ന് വെച്ചാൽ നല്ല വിശപ്പിലാണ് ഞാൻ വന്നത് ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പം ആ ഒരു വിശപ്പ് കാരണം എനിക്ക് ഇങ്ങനെ വീഡിയോ എടുക്കണം എന്നുള്ളൊരു മൈൻഡൊന്നും ഇല്ലായിരുന്നു. ഞാൻ പെട്ടെന്ന് ഡ്രസ്സ് മാറ്റി ഫുഡ് കഴിക്കായിരുന്നു. സോ എനിക്ക് ഇനി യൂട്യൂബിൽ ഒരു ചെറിയ വീഡിയോ എടുക്കണം, ഓണം മേക്കപ്പ് ലുക്കിൻ്റെ.
അതിലൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ എനിക്ക് വന്നിട്ട് ഞാൻ ആദ്യം അമ്പലത്തിൽ പോകുന്ന ആ ഒരു മേക്കപ്പ് ലുക്ക് എടുക്കാമെന്നാണ് വിചാരിച്ചത്. അത് വന്നിട്ട് ജസ്റ്റ് ഞാൻ സിമ്പിളായിട്ടാണ് ചെയ്തത്. അപ്പോൾ അതെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇനി ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് സ്റ്റാൻഡൊക്കെ ഫിക്സ് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്കും താമസിക്കും. അപ്പോഴത്തേക്കും അമ്പലം അടയ്ക്കുമെന്ന് വിചാരിച്ച് ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പോൾ ഇപ്പോൾ വീഡിയോ എടുക്കണം എന്നുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ പോകുന്നുണ്ട്. അപ്പം അങ്ങോട്ട് ഒരു ഓണം ലുക്കിൽ പോകണം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് റെഡി ആവണം. പക്ഷെ നല്ല മടിയുണ്ട്. അറ്റ് ദ സെയിം ടൈം നല്ല ഉറക്കവും വരുന്നുണ്ട്. സോ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ഫുഡ് കഴിച്ച് ഞാൻ ഒരു 11:30 ആയപ്പോൾ തന്നെ ഫുഡൊക്കെ കഴിച്ചു. അപ്പം ഇപ്പോൾ ടൈം വന്നിട്ട് എൻ്റെ ഫോൺ അവിടെ ആയിരുന്നു നോക്കാം. അപ്പോൾ ടൈം വന്നിട്ട് ഒരു 12:27 ആയിട്ടുണ്ട്. അപ്പം ഇനി ഒരു വീഡിയോ എടുക്കാനുണ്ട്. റെഡി ആവണം. അപ്പോൾ പട്ടുപാവാട ഇട്ടിട്ട് പോകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ എനിക്ക് പട്ടുപാവാട ഇടാൻ നല്ല മടിയുണ്ട്. അതേപോലെ തന്നെ ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കണം ആ പട്ടുപാവാട ഇട്ടിട്ട്. അപ്പം എന്ത് ചെയ്യും ആലോചിച്ചിരിക്കുകയാണ്. ഞാൻ ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം. നല്ല മടിയായിട്ട് ഈ ഫാനിൻ്റെ സൗണ്ട് ഭയങ്കര പ്രശ്നമാണല്ലോ. നമുക്ക് നോക്കാം. ഞാൻ ആ പട്ടുപാവാടയാണ് ഇടുന്നെങ്കിൽ ഞാൻ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ എന്തായാലും ഒരു ഓണത്തിന് ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കും മിക്കവാറും. നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ കുറച്ച് നേരം ഉറങ്ങിയിട്ട് വരാം. അല്ലെങ്കിൽ അവിടെ പോകുമ്പം കുഴഞ്ഞൊക്കെ ഇരിക്കും. അപ്പം ഞാൻ ഉറങ്ങിയിട്ട് വരാം. അതിനുശേഷം ചേച്ചിയുടെ വീട്ടിൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ വെച്ചാണല്ലോ ഇത് ആഘോഷിക്കുന്നത്. അതുകൊണ്ട് ചേച്ചിയുടെ വീട്ടിൽ പോയി. അപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് അവിടെ ചേച്ചി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ചില കോപ്രായത്തനം കാണിക്കേണ്ടി വന്നെന്ന് വെച്ചാൽ ചേച്ചി അവിടെ ഒരു കല്യാണത്തിന് പോയതുകൊണ്ട് തന്നെ ചേച്ചി ഇല്ലായിരുന്നു. അപ്പം ഞാൻ സ്വന്തമായിട്ടൊക്കെ വീഡിയോ എടുത്ത് ഞങ്ങൾ നേരെ ചേച്ചി വന്നിട്ട് ഡ്രസ്സൊക്കെ മാറി സദ്യ കഴിക്കാൻ പോയി. അതിനുശേഷം ചേച്ചിയൊക്കെ വന്നതിന് ശേഷം എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് വിളമ്പി സദ്യ കഴിക്കായിരുന്നു. അപ്പോൾ എല്ലാവരും കഴിച്ചതിന് ശേഷം ലാസ്റ്റൊക്കെയാണ് ഞങ്ങൾ കഴിച്ചത്. അതിനുശേഷം എല്ലാവരും കൂടെ ഓണവിശേഷമൊക്കെ പറഞ്ഞു. അതിനുശേഷം കുറേ ഗെയിംസ് ഉണ്ടായിരുന്നു. അതിൽ കുറേ ഗെയിംസൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ലെമൺ ആൻഡ് സ്പൂൺ, കസേരക്കളി, ഇഷ്ടം പോലെ കുറേ കോമഡി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ ടാറ്റ ബൈ പറഞ്ഞ് പിരിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.